ഹരേ കൃഷ്ണ. നമ്മൾ രാമായണത്തിൻ്റെ യുദ്ധകാന്ഡമാണ് ഇപ്പോൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അംഗദൻ്റെ വാക്കുകൾ കേട്ട് അപമാനം സഹിക്കവയ്യാതെ രാവണൻ മേഘനാഥനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആദ്യം അംഗദനെ വധിച്ച് പിന്നീട് ബാക്കിയുള്ള ആളുകളെയെല്ലാം വധിക്കണമെന്ന് ഉത്തരവിടുന്നു. അതനുസരിച്ചിട്ട് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് തയ്യാറായി വരികയും അംഗദനോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ആ ഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അങ്ങനെ ഇന്ദ്രജിത്ത് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി നിന്നുകൊണ്ട് യുദ്ധം കാണുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നെ വലിയ യുദ്ധമാണ് നടക്കുന്നത്. അതായത് രാക്ഷസന്മാരും കുരങ്ങന്മാരും തമ്മിൽ വലിയ യുദ്ധം നടക്കുന്നു. ഭീകരന്മാരായ രാക്ഷസന്മാർ മുൻനിരയിലേക്ക് വന്നു. സമ്പാദിയുടെ മേൽ 3 ബാണങ്ങൾ വർഷിച്ചു. അതുകൊണ്ട് അശ്വകർണൻ എന്നു പേരുള്ള ഒരു വലിയ മരവും പറിച്ചെടുത്തുകൊണ്ട് സമ്പാദി ഹുങ്കാരത്തോടെ മുമ്പോട്ട് പാഞ്ഞു. വൃക്ഷം കൊണ്ട് മുന്നിലും വാൽ കൊണ്ട് പിന്നിലും അടിച്ചു. അങ്ങനെ സമ്പാദി അനവധി രാക്ഷസന്മാരെ കൊന്നുവീഴ്ത്തി. ആനപ്പുറത്ത് വന്ന തപനൻ എന്ന രാക്ഷസൻ നീലൻ്റെ മേൽ അമ്പയച്ചു. നീലൻ കഴുത്തിലേക്ക് ചാടിക്കയറി നെറ്റിയിൽ അടിച്ചു തപനൻ്റെ 2 കണ്ണുകളും പറിച്ചെടുത്ത് കളഞ്ഞു. തപനനെ യുദ്ധക്കളത്തിലേക്ക് എടുത്തെറിഞ്ഞു. രഥത്തിൽ കയറി വന്ന വിദ്യുന്മാലി വാനരന്മാരോട് കടുത്ത പോർ നടത്തി. ഹനുമാനെ കണ്ടതും ഹനുമാന്റെ മാരടത്തെ ഉന്നം വെച്ച് 3 ബാണങ്ങൾ അയച്ചു. ഹനുമാൻ ഒരു കൂസലുമില്ലാതെ വിദ്യുന്മാലിയുടെ രഥത്തിലേക്ക് ചാടി വീണു. കിരീടം തെറിപ്പിച്ചു. തലമുടിയിൽ പിടിച്ചു വലിച്ചു. അവൻ്റെ തല പിളർന്നു. ഒറ്റ ഇരിപ്പിന് 27 കുടം മദ്യം കുടിച്ചിട്ട് സുവർണൻ എന്ന രാക്ഷസൻ സ്വർണാഭരണഭൂഷിതനായി വാനരപ്പടയുടെ നടുക്കിറങ്ങി. വാനരപ്പട ചിന്നിച്ചിതറി. മായാശക്തി കൊണ്ട് ഇരുൾ സൃഷ്ടിച്ചു. വാനരന്മാർ തപ്പിത്തടഞ്ഞു. ഈ ദുർഗതി കണ്ട് സേനാപതി നീലൻ അവിടെ എത്തി. വിദ്യുന്മാലിയുടെ രഥചക്രം ഊരിത്തെറിച്ച് കിടക്കുന്നത് കണ്ടു. നീലൻ ആ രഥചക്രം കയ്യിലെടുത്ത് ചുഴറ്റി ജഗന്നാഥൻ അസുരസംഹാരത്തിനയച്ച സുദർശനം പോലെ രഥചക്രം അന്തരീക്ഷത്തിലൂടെ പാഞ്ഞു ചെന്ന് സുവർണന്റെ തല മുറിച്ച് താഴ്ത്തി. സുമിത്രാനന്ദനൻ യുദ്ധക്കളത്തിൽ ഒരു തളർച്ചയുമില്ലാതെ മുന്നേറുന്നു. സൂര്യകിരണം ചന്ദ്രപ്രഭ പരത്തുന്നത് പോലെയാണ് ലക്ഷ്മണകുമാരൻ്റെ തേജസ്. ധന്യമായ അഭ്യാസം. പകൽ മുഴുവൻ പൊരുതിയാലും ഒരു ക്ഷീണവുമില്ല. ലക്ഷ്മണകുമാരൻ്റെ യുദ്ധം കണ്ടിട്ട് ദേവന്മാർക്കൊക്കെ സന്തോഷമായി. രാക്ഷസന്മാർ കഴുത്തറ്റ് വീഴുന്നു. രക്തനദിയിൽ കുമിള കുത്തിപ്പായുന്നു. ഭടന്മാരും വാദ്യക്കാരും ലക്ഷ്മണകുമാരനെ കണ്ട് പിന്തിരിഞ്ഞോടുന്നു. ആകാശത്ത് നിന്നുകൊണ്ട് ഇന്ദ്രജിത്ത് ഇതെല്ലാം കാണുകയാണ്. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ സൈന്യങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്നില്ല. വിശാല വിക്രമനായ അഗ്നികേതുവിൻ്റെ തേർക്കൊടി ഒടിഞ്ഞു. വജ്രദന്തൻ വീണു. യമദൂതന്മാരെ പോലെ പൊരുതിയ ശാനും നിശാനും യുദ്ധത്തിൽ മരിച്ചു. വജ്രസൃഷ്ടിയും പവനനും സൈന്യത്തോടൊപ്പം നശിച്ചു. എണ്ണമില്ലാത്തത്ര ആനകളും കുതിരകളും ചത്തൊടുങ്ങി. 3 ലക്ഷം പടയാളികളോടൊപ്പം യുദ്ധത്തിനിറങ്ങിയ ദേവമുഷ്ടിയും യുദ്ധത്തിൽ ദുർജയനായ മാഹുതനും വീണുകഴിഞ്ഞു. ആനപ്പുറത്തിരുന്ന് സൈന്യത്തെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്ന മഹാപുത്രൻ വീണതോടെ ആ ഭാഗത്തെ സൈന്യം അനാഥമായി. ഇന്ദ്രജിത്ത് ആലോചിച്ചു, എങ്ങനെ ലങ്കയിലേക്ക് പോകും? എങ്ങനെ അച്ഛൻ്റെ മുഖത്തു നോക്കും? ആദരിച്ച് ഓമനിച്ച് വെറ്റില പാക്ക് തന്ന അയച്ചതാണ്. ഞാനുള്ളപ്പോഴാണ് ഇത്രയും സേനാപതിമാരും സൈന്യങ്ങളും നശിച്ചത്. എങ്ങനെ നാണിച്ചിട്ട് അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും? ഇങ്ങനെയാണെങ്കിൽ നേർക്കുനേരെ നിന്നുള്ള യുദ്ധത്തിൽ ജയിക്കില്ല. മായാശക്തി കൊണ്ട് മേഘത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് വാനരന്മാരെ വധിക്കാം. ഈ വിധം ഇന്ദ്രജിത്ത് ആലോചിക്കുകയാണ്. മേഘനാഥൻ ശ്രീരാമനെ വെല്ലുവിളിച്ചു. രാമ,
ജയിച്ചിട്ട് നാട്ടിലേക്ക് തിരികെ പോകാമെന്ന് മോഹിക്കണ്ട. അശക്തന്മാരായ കുറേ രാക്ഷസന്മാരെ കൊന്നു. അത് വിചാരിച്ച് സന്തോഷിക്കണ്ട. ഇന്നത്തെ യുദ്ധത്തിൽ ഞാൻ നിന്നെ യമപുരിയിലേക്ക് അയക്കും. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വില്ലുകുലച്ചു. അമ്പലത്തിൻ്റെ താഴികക്കുടം പോലെ രണ്ടറ്റത്തും സ്വർണ്ണ കുംഭങ്ങളുള്ള സ്വർണ്ണചാപത്തിൽ നിന്നും അമ്പുകൾ ചീറിപ്പാഞ്ഞു. ഭൂമിയിലെ 7 ഭൂഖണ്ഡങ്ങളും വിറച്ചു. ഞാണൊലി കേട്ട് ബ്രഹ്മാവ് പോലും സംഭ്രമിച്ചു. രാമലക്ഷ്മണന്മാരെ വിളിച്ച് തടുക്കാമെങ്കിൽ തടുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജിത്ത് ശരമാരി ചൊരിഞ്ഞു. രാമനും ലക്ഷ്മണനും ഒന്ന് പകച്ചുപോയി. പല നിറത്തിൽ പല രൂപത്തിൽ ബാണങ്ങൾ പാഞ്ഞു വരുന്നു. രാമലക്ഷ്മണന്മാരുടെ അരഞ്ഞാൺ അറുത്തിട്ടു. ആഴത്തിൽ മുറിവില്ലാത്തതായി ശരീരത്തിൽ എള്ളോളം സ്ഥലമില്ല. ആ മുറിവുകളിലൂടെ ഒഴുകിയ രക്തം കൊണ്ട് ഭൂമിദേവി നനഞ്ഞു. ഇപ്രകാരം ഇന്ദ്രജിത്ത് രാമലക്ഷ്മണന്മാരെ മുറിവേൽപ്പിച്ചു. ഈ വാർത്ത വടക്കേ ഗോപുരനടയിലും എത്തി. അവിടെ അപ്പോൾ വലിയ പോരാട്ടമില്ല. രാക്ഷസന്മാരെ ചുമതലയേൽപ്പിച്ചിട്ട് സുഗ്രീവൻ പടിഞ്ഞാറ് കോട്ടയിലേക്ക് ചെന്നു. അവിടെയാണ് ഇന്ദ്രജിത്ത് പട നയിക്കുന്നത്. സുഗ്രീവനും 30 കോടി സൈന്യവും മിത്രത്തെ രക്ഷിക്കാനായി പാഞ്ഞു. നീലൻ വിവരങ്ങൾ പറഞ്ഞു. നീലനും കുമുദനും സുഗ്രീവനോട് ചേർന്നു. സേനാവ്യൂഹങ്ങൾ പടിഞ്ഞാറേ കോട്ടയിലേക്ക് കുതിക്കുകയാണ്. തെക്കേ കോട്ടയിൽ അംഗദനോടൊപ്പം നിന്നിരുന്ന മഹേന്ദ്രനും ദേവേന്ദ്രനും 80 കോടി സൈന്യവും പടിഞ്ഞാറേ ഭാഗത്തെത്തി. വാർത്ത എല്ലാവരും അറിഞ്ഞു. വിഭീഷണനോട് മാത്രം പറഞ്ഞില്ല. 4 ഗോപുരത്തിലും സൈന്യങ്ങളുടെ നില കൂടുതൽ ശക്തമാക്കി. ഇന്ദ്രജിത്ത് മേഘത്തിന് പിന്നിൽ നിന്നാണ് പൊരുതുന്നത്. ശരവർഷം മാത്രമേ കാണുന്നുള്ളൂ. വാനരന്മാർ ആകാശത്തിലേക്ക് ചാടിപ്പൊങ്ങി. വില്ലാളിയെ കാണുന്നില്ല. രാമനും ലക്ഷ്മണനും നിരാശയിലായല്ലോ എന്ന് പറഞ്ഞു. മേഘത്തിന് പിന്നിൽ നിൽക്കുന്ന ഇന്ദ്രജിത്തിനെ 1000 കണ്ണുകൾ കൊണ്ട് ഇന്ദ്രന് കാണാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ 2 കണ്ണുകൊണ്ട് നരന്മാരും വാനരന്മാരും കാണും? രാമലക്ഷ്മണന്മാർക്ക് ജീവിതാശ നശിച്ചു. ഇതിനിടെ അനവധി ബാണങ്ങൾ അയക്കാൻ മടിച്ചിട്ട് ഇന്ദ്രജിത്ത് ഹരേ കൃഷ്ണ നാഗാസ്ത്രം അയച്ചു. ഇന്ദ്രനും യമനും പോലും പേടിക്കുന്ന ഭീകരമായ ആയുധമാണ് നാഗാസ്ത്രം. ബ്രഹ്മാസ്ത്രം പോലെ അതിശക്തം. ഒരസ്ത്രം അയച്ചാൽ 84 ലക്ഷം സർപ്പങ്ങൾ പത്തി വിടർത്തി മുഖത്ത് വിഷാഗ്നി വമിച്ചുകൊണ്ട് ഇടിനാദം പുറപ്പെടുവിച്ചുകൊണ്ട് ചീറ്റിയെടുക്കും. മേഘനാഥൻ അയച്ച നാഗാസ്ത്രത്തിൽ നിന്നും നിരവധി സർപ്പങ്ങൾ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ കൈകാലുകളിലും കഴുത്തിലും ഒക്കെ വന്നു ചുറ്റി. കൈകാലുകൾ അനങ്ങുന്നില്ല. കഴുത്തിൽ ചുറ്റിയ പാമ്പുകൾ വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്നു. കൃഷ്ണ, ലക്ഷ്മണനും രാമനും തളർന്നു വീണു. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ആകാശത്തു നിന്നും അടർന്നു വീണതുപോലെ തലമുടി പറന്നു. കോമളാംഗങ്ങൾ ഉലഞ്ഞു. വില്ല് നിലത്തു വീണു. യുദ്ധം ജയിച്ചു. ഇന്ദ്രജിത്ത് സിംഹനാദം പൊഴിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തു ചെന്നു. പെരുമ്പറകൾ മുഴങ്ങി. വിജയഭേരി ഉയർന്നു. ചന്ദനകളഭവും പാരിജാതമാല്യവുമായി രാജഭവനം ഇന്ദ്രജിത്തിനെ വരവേറ്റു. ഇന്ദ്രജിത്ത് അച്ഛൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്നു. രാജോപചാരമനുസരിച്ച് 3 പ്രാവശ്യം തലകുനിച്ചു. രാവണൻ യുദ്ധവാർത്തകൾ ചോദിച്ചു. മേഘനാഥൻ കൂപ്പുകൈയോടെ വിവരിച്ചു. യക്ഷന്മാരോടും രാക്ഷസന്മാരോടും ദേവതകളോടും ഉള്ളതിനേക്കാൾ കഠിനമാണ് നരവാനരന്മാരോടുള്ള യുദ്ധം. ആദ്യമേ വാനരന്മാരോടാണ് യുദ്ധം ചെയ്തത്. സാരഥി മരിച്ചു. രഥം തകർന്നു. പ്രാണഭയത്തോടെ ആകാശത്തിലേക്ക് കുതിച്ചുയർന്നു.
രാക്ഷസന്മാരുടെ ദുർഗതി കണ്ടു. എല്ലാ സേനാപതിമാരും ക്ഷീണിച്ചു, എല്ലാ സൈനികരും അപമാനിതരായി. ഞാൻ ആകാശത്ത് നിന്നുകൊണ്ട് ശരം പൊഴിച്ചു, രാമലക്ഷ്മണന്മാരെ ഞെരിച്ചു, മേലാകെ മുറിച്ചു. ശരീരത്തിൽ ഇനി രക്തമില്ല, ആ വിധം ചോരയൊഴുക്കി. അനേകം വാനരന്മാർ യുദ്ധത്തിൽ മുറിവേറ്റും മരിച്ചും വീണു. അവസാനം ആകാശത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ നാഗാസ്ത്രം അയച്ചു. 84 ലക്ഷം സർപ്പങ്ങൾ പത്തി വിരിച്ചുകൊണ്ട് 2 പേരുടെയും കയ്യിലും കഴുത്തിലും കാലിലും വരിഞ്ഞു ചുറ്റി. 3 ലോകത്തിലുമുള്ള കരുത്തന്മാർ ഒന്നിച്ചു ശ്രമിച്ചാലും നാഗാസ്ത്രത്തിൻ്റെ കെട്ടഴിക്കുവാൻ പറ്റില്ല. രാമലക്ഷ്മണന്മാരെ കുറിച്ച് ഇനി ഭയം വേണ്ട. ലങ്കയ്ക്കുള്ളിൽ സീതയുമായി കേളിയാടാം. മേഘനാഥൻ ഹർഷത്തോടെ യുദ്ധകഥകൾ പറഞ്ഞു. രാവണൻ മകനെ തോളിൽ കൈചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു. എല്ലാ ബഹുമതികളും യുദ്ധം ജയിച്ചു വന്ന മകന് സമർപ്പിച്ചു. ഇന്ദ്രജിത്ത് വിടവാങ്ങി. രാവണൻ ത്രിജടയെ വിളിച്ചിട്ട് സീതയുടെ അഹങ്കാരം തീർക്കാൻ പറഞ്ഞു. സീതയെ പുഷ്പക വിമാനത്തിൽ കയറ്റി ആകാശത്തിലൊന്ന് ചുറ്റിയടിച്ചിട്ട് വാ. രാമലക്ഷ്മണന്മാർ നാഗാസ്ത്രത്തിൽ ബന്ധിതരായിട്ട് ഭൂമിയിൽ കിടക്കുന്നത് സീത ആകാശത്തു നിന്നും നേരിട്ട് കാണട്ടെ എന്ന് രാവണൻ ത്രിജടയോട് പറഞ്ഞു. രാവണാജ്ഞ അനുസരിച്ച് ത്രിജട ചെന്ന് സീതയോട് പറഞ്ഞു, ഇന്ദ്രജിത്തിൻ്റെ ബാണമേറ്റ് രാമനും ലക്ഷ്മണനും വീണു. എൻ്റെ കൂടെ വന്നാൽ നേരിട്ട് കാണാം. സീത ത്രിജടയോടൊപ്പം ഉടൻ തന്നെ തേരിൽ കയറി വേഗം പുറപ്പെട്ടു. ഭർത്താവും അനുജനും കിടക്കുന്നത് കണ്ട് കൈ ശിരസിലടിച്ച് വാവിട്ട് കരഞ്ഞു. അപ്പോൾ ആകാശത്ത് നിന്നും ഒരു അശരീരി വാക്ക് കേട്ടു. രാമൻ ഒരിക്കലും വിനാശമുണ്ടാവുകയില്ല. രാമൻ നിന്നെ മോചിപ്പിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് പോവുക തന്നെ ചെയ്യും. സീതാദേവി ദുഃഖിതയായി കരഞ്ഞു. സീതയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ത്രിജട പറഞ്ഞു, ദൈവികമായ പുഷ്പകരഥം നോക്കൂ സീതേ. ശ്രീരാമൻ്റെ ജീവന് എന്തെങ്കിലും അപകടം പിണഞ്ഞെങ്കിൽ ഈ രഥം അനങ്ങുമായിരുന്നില്ല. ഇത് വിധവയെ വഹിക്കുകയില്ല. അതിനാൽ കരച്ചിലടക്കൂ. ശ്രീരാമ ലക്ഷ്മണന്മാർക്ക് ജീവനുണ്ട്. ദുഃഖത്തിൻ്റെ കാലം മിക്കവാറും കഴിഞ്ഞു. ഇനി അല്പകാലം കൂടി ക്ഷമിച്ചാൽ മതി. ഇപ്രകാരം വിശദീകരിച്ചത് കേട്ട് മനസ്സിലാക്കിയിട്ട് സീതയെ അശോകവനത്തിലേക്ക് ത്രിജട കൂട്ടിക്കൊണ്ടുപോയി. അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുത്തി. ശ്രീരാമനും ലക്ഷ്മണനും നാഗാസ്ത്രത്താൽ ബന്ധിതരായി എന്നറിഞ്ഞ് എല്ലാ വാനരന്മാരും തലയറഞ്ഞു കരഞ്ഞുകൊണ്ടേയിരുന്നു. വലിയ വലിയ വാനര സേനാപതിമാർ കുട്ടികളെ പോലെ ബോധം കെട്ടു. ഹനുമാനും സുഗ്രീവനും ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല. മിത്രമേ മിത്രമേ എന്ന് വിളിച്ചുകൊണ്ട് സുഗ്രീവൻ, പ്രഭു ലങ്കയിൽ മരിച്ചാൽ ഞാനിനി എന്തിന് കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോകണം? കിഷ്കിന്ധ ഉപേക്ഷിച്ച് ഞാൻ പ്രാണം കളയും എന്ന് വാനരന്മാരോട് പറഞ്ഞു. നമുക്കെല്ലാവർക്കും ഐക്യത്തോടെ ശ്രമിച്ച് സഹോദരന്മാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം. ശ്രീരാമ ലക്ഷ്മണന്മാരെ ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ ലോകത്തെവിടെയെങ്കിലും അതിനുള്ള ഔഷധം നമുക്ക് കൊണ്ടുവരണം. അവർ ഉണർന്നാൽ അതിഘോരമായ യുദ്ധത്തിൽ രാക്ഷസ വംശം തന്നെ നമുക്ക് നശിപ്പിക്കാം. ദൂരെ നിന്ന് വാനരപ്പടയുടെ വിലാപം കേട്ട് വിഭീഷണൻ നാലുപാടും നോക്കിക്കൊണ്ട് ആലോചിച്ചു. ഏത് വീരനായിരിക്കാം അപകടം? ആരെക്കുറിച്ചാണ് വാനരന്മാർ ഇങ്ങനെ പറയുന്നത്? സുഗ്രീവൻ, അംഗദൻ എല്ലാവരും കരയുന്നു. നിസാരമായ കാര്യമായിരിക്കുകയില്ല. ഇങ്ങനെ വിചാരിച്ച് വിഭീഷണൻ സുഗ്രീവൻ്റെ അടുത്തേക്ക് വന്നു. അംഗദൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിഭീഷണനോട് പറഞ്ഞു. വിഭീഷണൻ ശ്രീരാമൻ്റെ അടുക്കലെത്തി ശ്രീരാമനോട് ചോദിച്ചു, രാജീവലോചന, അങ്ങേക്ക് വേണ്ടി ഞാൻ മരിച്ചു ജീവിക്കുകയാണ്. ഓടിപ്പോകാൻ ഒരിടമില്ല. സാഗരത്തിൽ ചെന്ന് മരിക്കുകയുള്ളൂ ഇനി എനിക്കു രക്ഷ. രാജ്യം, സുഖം എല്ലാം ഇനി നിന്ദ്യം. ആരുടെ മുഖത്ത് നോക്കിയാണ് എനിക്കിനി ആശ്വസിക്കാൻ കഴിയുക? വിഭീഷണൻ്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ പതുക്കെ പതുക്കെ പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നവനാണു നീ. എനിക്ക് നിന്നോടുള്ള കടമ നിറവേറ്റാൻ കഴിഞ്ഞില്ല.
നാഗാസ്ത്രത്തിൽപ്പെട്ട് എനിക്ക് മൃത്യു ഭവിക്കുന്നു. ജീവിച്ചിരിക്കുമെങ്കിലും മരിച്ചതുപോലെ ആയിക്കഴിഞ്ഞു. മിത്രമേ സുഗ്രീവ, നീയും സൈന്യത്തെയും കൂട്ടി തിരികെ സ്വഭവനത്തിൽ പൊയ്ക്കൊള്ളുക. എനിക്ക് വേണ്ടി സത്യം പാലിക്കാൻ വേണ്ടതൊക്കെ നീ ചെയ്തു. വിധി എതിരായാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും? നീ രാജ്യകാര്യങ്ങൾ വേണ്ടതുപോലെ നോക്കുക. എൻ്റെ അടുത്ത് ഇനി ഇരുന്നിട്ട് എന്തു കാര്യം? ഇങ്ങനെ ശ്രീരാമൻ വളരെ പതീയ സ്വരത്തിൽ പറഞ്ഞു. ശ്രീരാമൻ ഇപ്രകാരം ദുഃഖിതനായപ്പോൾ ബ്രഹ്മാദി ദേവന്മാർക്കെല്ലാം സങ്കടമായി. അവർ ആലോചിച്ചു, പവനദേവനെ കൂടി വരുത്തി പവനന് വിവരങ്ങൾ അറിയില്ലായിരുന്നു. ഇന്ദ്രൻ പറഞ്ഞു, യമൻ, വരുണൻ, അരുണൻ ആരും രാവണനെ ഭയന്ന് ലങ്കയിലേക്ക് വരികയില്ല. ദേവന്മാരുടെ നായകനായ എന്നെപ്പോലും രാവണപുത്രൻ ദുർഗതിയിലാക്കി. ലങ്കയിൽ ഒരിക്കൽ എന്നെ തടവിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന പേര് നേടിയത്. നാഗാസ്ത്രം കൊണ്ട് അവൻ ശ്രീരാമനെ ബന്ധിച്ചിരിക്കുന്നു. വാനരന്മാരുടെ ബലവും ബുദ്ധിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനാൽ പവനദേവൻ ശ്രീരാമൻ്റെ അടുത്തേക്ക് ചെല്ലണം. രാമനോട് പറയൂ, ഗരുഡനെ സ്മരിച്ചാൽ നാഗാസ്ത്രത്തിൽ നിന്നും മോചനം കിട്ടുമെന്ന്. വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡനിൽ വിഷ്ണു തേജസ്സുണ്ട്. ഇന്ദ്രൻ പറഞ്ഞതനുസരിച്ച് പവനൻ ശ്രീരാമൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ ഉപദേശിച്ചു. ഭഗവാൻ ശ്രീരാമൻ ഗരുഡനെ സ്മരിച്ചു. ഗരുഡൻ കുശദ്വീപിൽ സാഗരതീരത്ത് സഞ്ചരിക്കുകയായിരുന്നു. രാമൻ സ്മരിച്ചപ്പോൾ ഗരുഡൻ്റെ ശിരസിനുള്ളിൽ ഢങ്കാരമുയർന്നു. വിഴുങ്ങാൻ തുടങ്ങിയ പെരുമ്പാമ്പിനെ തുപ്പിക്കളഞ്ഞിട്ട് ലങ്കയിലേക്ക് പറന്നു. പർവ്വതത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ വൻവൃക്ഷങ്ങൾ ചാഞ്ഞു. അതിവർഷത്തിൻ്റെ മുന്നോടി എന്നതുപോലെ കൊടുങ്കാറ്റ് വീശി. സമുദ്രം ഇളകി. ജലജന്തുക്കൾ ഒളിച്ചു. പാതാളത്തിലെ സർപ്പങ്ങൾ വിറച്ചു. ഭൂമിയിലെ സർപ്പങ്ങളെല്ലാം അകലത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. രാമനെയും ലക്ഷ്മണനെയും ചുറ്റിയിരുന്ന സർപ്പങ്ങൾ ചുറ്റഴിഞ്ഞ് ഭയന്നോടി രക്ഷപ്പെട്ടു. വിനീതാനന്ദനൻ ഗരുഡൻ ശ്രീരാമനെ വിളിച്ചു. ശ്രീരാമനും ലക്ഷ്മണനും ചൈതന്യവാന്മാരായി ഉണർന്നു. ഹരികൃഷ്ണ. രഘുപതി രാമൻ ഗരുഡനോട്, സഖേ, താങ്കൾ എനിക്ക് ജീവൻ തിരികെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞു. അയ്യോ, അവിടുന്ന് എന്നോട് നന്ദി പറയല്ലേ, അവിടുത്തെ ദാസനാണ് ഈ ഉള്ളവൻ എന്ന് പറഞ്ഞ് ഗരുഡൻ അപേക്ഷിച്ചു. അങ്ങനെ ഗരുഡ ഭഗവാൻ രഘുപതിയെ വന്ദിച്ചു. എന്തെങ്കിലും വരം വരിക്കാൻ നിർദ്ദേശിച്ചു രാമൻ. ഗരുഡൻ അപ്പോൾ പറഞ്ഞു, ഇരു കൈകളോടെ ത്രിഭംഗിയായി മുരളീധരനായി വനമാല ചാർത്തി മയിൽപ്പീലി ചൂടി കർണങ്ങളിൽ മകരകുണ്ടലവുമിട്ട് പീതാംബരം ധരിച്ച് അവിടുത്തെ ദിവ്യരൂപം ഒന്ന് കാണാൻ മോഹമുണ്ട്. കൃഷ്ണ. ശ്രീരാമൻ പറഞ്ഞു, അതെങ്ങനെ ഗരുഡ? ഞാനിപ്പോൾ ധനുർധരനായി രാമനായി ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കൃഷ്ണരൂപം ധരിച്ചാലോ വാനരന്മാർ ആ രൂപമാറ്റം എങ്ങനെ ഉൾക്കൊള്ളും? അതുകേട്ട് ഗരുഡൻ പറഞ്ഞു, ഞാൻ ആ ദിവ്യദർശനത്തിനായി ചിറകുകൊണ്ട് ശ്രീകോവിൽ നിർമ്മിക്കാം. അതിനുള്ളിൽ ദർശനം തന്നാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗരുഡൻ ചിറകു വിരിച്ചു മടക്കിയും മനോഹരമായ ഒരു ശ്രീകോവിലുണ്ടാക്കി. കരുണാമയനായ ഭഗവാൻ അതിനുള്ളിൽ കാൽ പിണച്ചും കൈവളച്ചും 3 ഒടിവുകളുമുള്ള വടിവെടുത്ത് വില്ലുപേക്ഷിച്ച് ഓടക്കുടൽ കയ്യിലേന്തി. ഹനുമാൻ ദൂരെ നിന്നുകൊണ്ട് ഇത് നിരീക്ഷിച്ചു. കയ്യിലെ വില്ലുപേക്ഷിച്ചു. താഴെയിരുന്നു. പക്ഷി തൃക്കൈയിൽ ഓടക്കുഴൽ കൊടുക്കുന്നു. ഹനുമാൻ വിചാരിച്ചു, പക്ഷിക്കിത്ര അഹങ്കാരമോ? എന്താണീ ചെയ്യുന്നത്? രാമാവതാരത്തിൽ ഓടക്കുഴലോ? പക്ഷി എന്താണ് ഈ വിധം കാണിക്കുന്നത് എന്ന് ഹനുമാൻ ചിന്തിക്കുന്നത് കണ്ട് ഗരുഡൻ മുരളീധര ദർശനത്തിനായി നിർമ്മിച്ച ശ്രീകോവിൽ അഴിച്ചു. ശ്രീരാമനെ പ്രണമിച്ചുകൊണ്ട് വിടവാങ്ങി അകന്നു. ശ്രീരാമൻ കൈകളിൽ ധനുസും ബാണവും എടുത്തു.
ലക്ഷ്മണൻ മോഹത്തിൽ നിന്ന് ഉണർന്നു. വാനരന്മാർ ആനന്ദസാഗരത്തിൽ മുങ്ങി. ഗരുഡന്റെ ചിറകടി ശബ്ദം കേട്ടിടത്തൊക്കെ വാനരന്മാർ ചാടിച്ചെന്ന് അവിടെ നിന്ന് രാമജയഘോഷം മുഴക്കി. വാനരന്മാർ എല്ലാവരും ഒരുമിച്ച് ഗർജിച്ചു. വാനരന്മാരുടെ ഗർജനം രാത്രിയുടെ 3-ാം യാമത്തിൽ ഉയർന്നത് കേട്ടപ്പോൾ എന്തോ അപകടമുണ്ടെന്ന് രാവണന് മനസ്സിലായി. ശയ്യയിൽ നിന്നുണർന്ന ലങ്കേശൻ കോട്ടകൾ നിരീക്ഷിച്ചു. രാമലക്ഷ്മണന്മാർ വില്ലും അമ്പും കയ്യിലേന്തി നിൽക്കുന്നു. രാവണൻ പറഞ്ഞു, നാഗാസ്ത്രത്തിൽ നിന്നും ശത്രുക്കൾ മോചനം നേടി. ലങ്കയ്ക്ക് വിനാശമെടുത്തു. കൊന്നാലും ചാകാത്ത ഒരു ശത്രുവാണ് രാമൻ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് രാവണൻ ധൂമ്രാക്ഷൻ എന്ന യോദ്ധാവിനെ, രാക്ഷസ യോദ്ധാവിനെ വിളിച്ചു. ധൂമ്രാക്ഷൻ ഉടൻ വന്ന് ശിരസ് നമിച്ചു. രാവണൻ പറഞ്ഞു, നീ വലിയ സേനാപതിയാണ്. ഇന്നത്തെ യുദ്ധത്തിന് നിനക്കാണ് ആരതി ഒഴിയുന്നത്. രാഷ്ട്രവ്യവഹാരത്തിൽ ഇത് വലിയ പദവിയാണ്. യുദ്ധത്തിന് അനുമതി നൽകിയിരിക്കുന്നു. വെറ്റിലയും പാക്കും സ്വീകരിച്ച് യുദ്ധം ചെയ്യുക. രാജാവിൻ്റെ ആജ്ഞ കിട്ടി. ആന, കുതിര, സൈനികർ എല്ലാവരും ഒത്ത് പുറപ്പെട്ടു. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സൈനികർ പൊടിപടലം ഉയർത്തിക്കൊണ്ട് നീങ്ങി. വഴി കാണാൻ കഴിയുന്നില്ല. ലങ്കയിലെ ഏറ്റവും അറിവുള്ള സേനാപതിയാണ് ധൂമ്രാക്ഷൻ. അദ്ദേഹം പുറപ്പെടുമ്പോൾ ദുർനിമിത്തങ്ങൾ കണ്ടു. തലമുടി അഴിച്ചിട്ടുകൊണ്ടുവന്ന ഒരു യോഗിനി ഭിക്ഷയ്ക്കിരിക്കുന്നു. തേർക്കൊടി മരത്തിൽ പെൺകഴുകൻ വന്നിരിക്കുന്നു. പക്ഷേ ധൂമ്രാക്ഷന് ഒരു കൂസലുമില്ല. ധൂമ്രാക്ഷനും വാനരന്മാരുമായി അതിഘോരമായ യുദ്ധമാണ് നടന്നത്. അവസാനം ഹനുമാന്റെ ചവിട്ടേറ്റ് ധൂമ്രാക്ഷൻ നിലം പതിച്ചു. ധൂമ്രാക്ഷൻ വീണു എന്ന് കേട്ടപ്പോൾ രാവണൻ അകമ്പനെ വിളിച്ചു. അകമ്പനോട് യുദ്ധം ചെയ്യാൻ ആജ്ഞാപിച്ചു. അകമ്പൻ സന്തോഷത്തോടുകൂടി രാജാജ്ഞ അനുസരിച്ച് യുദ്ധം ചെയ്തു. അതിഭീകരമായ യുദ്ധമായിരുന്നു പിന്നീട് അവിടെ നടന്നത്. വാനരപ്പട ചിന്നിച്ചിതറി. അകമ്പൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റാതെ സകല വാനരന്മാരും ഓടിപ്പോയി. അകമ്പൻ അട്ടഹസിച്ചു. തൻ്റെ ബലത്തെപ്പറ്റിയും രാവണൻ്റെ ബലത്തെപ്പറ്റിയും വർണ്ണിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് എല്ലാവരെയും യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. ആ സമയം അവിടേക്ക് വീരഹനുമാൻ എത്തുകയാണ്. ഒറ്റയടിക്ക് നിന്നെ ഞാൻ ഇന്ന് യമലോകത്തിലേക്ക് അയക്കും. എൻ്റെ കൈകൊണ്ട് തന്നെ നിനക്ക് മരണമെന്ന് അകമ്പനോട് പറഞ്ഞു. ഇത്രമാത്രം പറഞ്ഞിട്ട് രണ്ടുപേരും യുദ്ധം തുടങ്ങി. രണ്ടുപേരും മഹാബലശാലികൾ. അകമ്പൻ 80 കോടി അമ്പയച്ചു. പവനൻ ബോധം കെട്ട് വീണുപോയി. അടുത്ത ക്ഷണത്തിൽ ഒരു വൻമരം പറിച്ചുകൊണ്ട് പാഞ്ഞു ചെന്നു. വീരഹനുമാൻ മരവും ഓങ്ങി വന്നപ്പോൾ അകമ്പൻ അമ്പെയ്ത് മരം 2ആയി പിളർന്നു. പിന്നെ ഒട്ടും വൈകിയില്ല. ഹനുമാൻ രഥത്തിൻ്റെ മുകളിലേക്ക് കുതിച്ചു ചാടി തലമുടിയിൽ പിടിച്ചു പൊക്കിയെടുത്ത് തല പൊട്ടിച്ചിട്ട് കൊന്നു. അങ്ങനെ ദുർജയനായ അകമ്പൻ വീണു. അതുകൊണ്ട് വാനരന്മാർ ശ്രീരാമന് ജയ് വിളിച്ചു. അതിനുശേഷം ധാരാളം രാക്ഷസന്മാർ യുദ്ധത്തിൽ മരിക്കുന്നു. വജ്രദ്രംഷ്ടൻ, പ്രഹസ്തൻ തുടങ്ങിയ ധാരാളം യോദ്ധാക്കൾ മരിച്ചു വീഴുന്നു. അവസാനം രാവണൻ്റെ പടപ്പുറപ്പാടാണ്. ഹരികൃഷ്ണ. 36 കോടി സൈന്യത്തിൻ്റെ മുഖ്യ സേനാപതിയാണ് രാവണൻ. പുത്രന്മാർ, ബന്ധുക്കൾ എല്ലാവരും എത്തി. ആനയും കുതിരയും എവിടെവിടെ ഉണ്ടായിരുന്നുവോ അതെല്ലാം രാവണനോടൊപ്പം എത്തി. മേലാകെ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് രാവണൻ യുദ്ധത്തിന് തയ്യാറായി. 20 യോജന വിസ്താരത്തിൽ രാവണ സൈന്യം നിരന്നു. സൈന്യങ്ങളുടെ പാദാഘാതം കൊണ്ട് ഭൂമി കുലുങ്ങി. ഡങ്ക, ഭീരി, കൈത്താളം തുടങ്ങിയ വിവിധ വാദ്യ സംഘത്തിൻ്റെ സംഖ്യ തന്നെ 7 അക്ഷൗണിയാണ്. രാവണൻ്റെ 10 ശിരസുകളിലും രത്നം പതിച്ച കിരീടം തിളങ്ങുന്നു.
3 ലോകങ്ങളെയും ജയിക്കുന്ന വില്ലും കയ്യിലേന്തി ദശാനനൻ രഥോപരിയിരിക്കുന്നു. രഘുനാഥൻ വിഭീഷണോട് ചോദിച്ചു, 100 കോടി സൂര്യന്മാരുടെ പ്രഭയോടെ പടക്കളത്തിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നത് ആരാണ്? വിഭീഷണൻ പറഞ്ഞു, ത്രിലോക വിജയിയായ എൻ്റെ ജ്യേഷ്ഠൻ രാവണനാണ് ഇന്ന് യുദ്ധത്തിന് വന്നിരിക്കുന്നത്. വിവിധ രൂപങ്ങൾ സ്വയം സ്വീകരിക്കാൻ കഴിയുന്ന ബ്രഹ്മനിർമ്മിതമായ രഥം ദേവന്മാർ പ്രീതിയോടെ കുബേരന് നൽകിയതാണ്. കുബേരനെ ജയിച്ച് സ്വന്തമാക്കിയ ആ രഥത്തിലാണ് രാവണൻ യുദ്ധത്തിന് വന്നിരിക്കുന്നത്. രഘുപതി നാരായണ, കണ്ടാലും ആ രഥത്തിലേക്ക് നോക്കൂ. കുട പിടിച്ചിരിക്കുന്നത് ദേവന്മാരാണ്. സൂര്യനെ പോലെ തിളങ്ങുന്ന 10 കിരീടങ്ങൾ, അതാണ് രാവണൻ. രാമൻ പറഞ്ഞു, യോഗ്യനായ ലങ്കാധിപതിക്ക് എന്താണോ പരതാരങ്ങളെ ഹരിക്കാനും ദേവകന്യകളെ പിടിച്ചു വെക്കാനുമുള്ള കുബുദ്ധി തോന്നിയത്? രാവണൻ്റെ കാലനാണ് ഞാൻ. എൻ്റെ മുമ്പിൽ അവൻ്റെ ഒരു പരാക്രമവും ഫലിക്കുകയില്ല. എൻ്റെ കൈകൊണ്ട് രാവണൻ വംശത്തോടെ നശിക്കും. അതിനുശേഷം രഘുപതി ലക്ഷ്മണനോട് പറഞ്ഞു, സുമിത്രാനന്ദന, കണ്ടില്ലേ, ഇതാ രാവണൻ. കൂടെ കാണുന്നത് ആരൊക്കെയാണെന്ന് നോക്കൂ. വില്ലേന്തി കൂടെ നിൽക്കുന്നത് ഇന്ദ്രജിത്ത്, പിന്നിൽ കാണുന്നത് സേനാപതി. മറ്റു 2 പേരും കുംഭകർണൻ്റെ പുത്രന്മാരായ കുംഭനും നികുംഭനും. അവരുടെ കൂടെ അപാരമായ സൈന്യവുമുണ്ട്. ഹരേ കൃഷ്ണ. അങ്ങനെ രാവണൻ്റെ പടപ്പുറപ്പാടാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തുന്നത്. ഇനിയത്തെ ഭാഗം രാവണനുമായിട്ടുള്ള യുദ്ധഭാഗമാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതുപോലെ രാമായണത്തിൻ്റെ ഈ ഭാഗം കഴിഞ്ഞിട്ട് ഉത്തരരാമായണവും കൂടി പറയണമെങ്കിൽ അതും കൂടെ നിങ്ങൾ പറയണം. ഉത്തരരാമായണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ലവകുശന്മാരുടെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അത് കേൾക്കണമെന്നുള്ളവർ കമൻ്റ് ഇടുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഏകാദശിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണണം. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.